ഗൈസ്, ഇതാണ് എൻ്റെ കൂട്ടുകാരൻ ജോണി സിൻസ് അല്ല, ജോണി ജോസഫ്. അപ്പോൾ ഇവൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടാണ് വന്നത്. ആദ്യം തന്നെ കേട്ട ഒരു ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. ഈ ഫോട്ടോ നിങ്ങൾ കണ്ട, അവൻ്റെ കയ്യിൽ രണ്ട് വാച്ച് മിനിങ്ങാന്നും ഇന്നലെ ഇവൻ്റെ ചേട്ടൻ്റെ കീറിയ ഷൂ ഫെവിക്കോൾ ഒട്ടിച്ച് എൻ്റെ കൂടെ നടന്നു വേണം. 2 വാച്ച്. എന്നിട്ട് ഞാൻ അവൻ്റെ അടുത്തതിന് ചോദിച്ച്, ഡാഡിയാ ഇത് AI ആണ് ഇത് എന്ന് കാണുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവും, എന്നാലും ഈ 2 വാച്ചൊക്കെ ഒരു അധികം പറ്റല്ലേ എന്ന് ഞാൻ അവൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ ഈ തെണ്ടിയിരിക്കുന്ന കമൻ്റാണിത്. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് എൻ്റെ സമയം നോക്കാനും ഒന്ന് എതിരാളികളുടെ സമയം കുറിക്കാനും. അതും പോട്ട് വയ്ക്കാം. അത് കഴിഞ്ഞിട്ടുള്ള സംഭവമാണ് അതിനെക്കാട്ടിയും കോമഡി. ഇവൻ പഠിക്കുന്നത് തമിഴ്നാട് മാർത്താണ്ഡ സൈറ്റിലുള്ള ഒരു കോളേജിലെ അനസ്തേഷ്യ ടെക്നീഷ്യനാണ്. മയക്കുടിക്കാൻ പോകുന്ന ആളാണ്. ഫ്യൂച്ചറിൽ ഫോട്ടോ ഒക്കെ ഉള്ളവരൊന്ന് നോക്കി വെച്ചേക്കുന്നത് അസുഖമൊക്കെ ഉള്ളവർ ഭാവിയിൽ ഇവൻ്റെ അടുത്തൊക്കെ വരുന്നതെന്നുണ്ടെങ്കിൽ ചിലപ്പം ജീവനൊന്നും കിട്ടിയെന്ന് വരത്തില്ല. അപ്പം ഈ ഫോട്ടോ കണ്ടിട്ട് അവിടെ ഇവൻ്റെ കൂടെ പഠിക്കുന്ന പിള്ളേർക്കൊന്നും ChatGPT ഇറങ്ങിയത് AI ഇറങ്ങിയൊന്നും അറിഞ്ഞേ കൂടാ. അവർ വിചാരിച്ച് ഇവൻ ഭയങ്കര ഫോട്ടോഷൂട്ടിന് പോയി കിട്ടില്ല മോഡല്. ജോണി നീയാ, അണ്ണേ നിങ്ങളാ ഇത്, ജോണി അണ്ണേ നിങ്ങൾ എപ്പിടി നോക്കിங்க എന്നൊക്കെ പറഞ്ഞ് പെരിയ ആളായിട്ടിങ്ങളാ എന്നൊക്കെ ചോദിച്ച് തമിഴിൽ എന്തൊക്കെ അടിച്ചു വിട്ട് ആശാൻ മറ്റേതാ ഈ ജയറാം ഇങ്ങനെ നിൽക്കില്ല ഇതേപോലെ ആയിട്ട്. അത് കഴിഞ്ഞിട്ട് ഇവൻ എൻ്റെ വീഡിയോക്ക് എപ്പോഴും കമൻ്റ് ഇടും. എൻ്റെ കൂട്ടുകാരനാണ്, ഇതെൻ്റെ എന്നെ ഫോളോ ചെയ്യില്ല. എന്നിട്ട് എൻ്റെ ഈ വീഡിയോ അക്കൗണ്ട് ഫോളോ ചെയ്യില്ല, പക്ഷെ ഒന്ന് കമൻ്റ് ഇടും. ജിഫ് ഇട്ടുകൊണ്ടിരിക്കും. എന്തിനാണ്? ഒരു കാര്യമില്ല, ഒരു പ്രോത്സാഹനം തരില്ല, ചുമ്മാ ഒന്നും ഇങ്ങനെ ജിഫ് ഇട്ടു. അങ്ങനെ ഇന്നലെ ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു, അത് ഞാൻ നിന്നെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്യും, നീ എനിക്ക് കമൻ്റ് ഒന്നും തോന്നുന്നില്ല, നീ ഇങ്ങനെ ജിഫ് ഇട്ടെന്നെ കളയിട്ടുണ്ടെങ്കിൽ നിന്നെ പറ്റി ഞാൻ വീഡിയോ ചെയ്യും, ഞാൻ ചെയ്യാമെന്നോ. അപ്പം നീ പോയി ചെയ്യടാ, അറിയാം, നോക്കട്ടെ, കാണാം എന്നൊക്കെ പറഞ്ഞ് എന്നെ വീട്ടിൽ വിളിച്ച്. അങ്ങനെ ഇവൻ എങ്ങനെ ഒരു പണി കൊടുക്കുമെന്നും പറഞ്ഞ് ആലോചിച്ച് നിന്ന സമയത്താണ് ഞാൻ ചുമ്മാ ഇങ്ങനെ റീൽസ്, ഇവ അയച്ച റീൽസ് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ അതിനകത്തൊരു സാധനം കാണിച്ചു. ആ സാധനം ഞാൻ കാണിച്ചു തരാം. അഞ്ച് ദിവസം മുമ്പ് ഇവൻ്റെ ഗേൾ ഫ്രണ്ടിൻ്റെ വീട്ടിലൊരു കല്യാണ ആലോചന വന്നു. ജസ്റ്റ് ഒന്ന് കൊണ്ട് വരട്ടെ എന്നാൽ പെങ്കൊച്ചിൻ്റെ അടുത്ത് ചോദിച്ച സമയത്ത് 2 ദിവസം ഇവിടെ കിടന്ന് മറ്റേ ടെൻഷൻ അടിച്ച് BP-യുടെയും പ്രഷറിൻ്റെയും ഗുളിക അഴിക്കും പോലെ സിഗരറ്റ് വലിച്ച് എൻ്റെ മുമ്പ് കൂടെ പുകയും വിട്ട് നടന്ന് മോങ്ങിയ യവനാണ് എനിക്ക് ഈ റീൽ അയച്ചു തരുന്നത്. ഈ റീല് നാണമുണ്ടാടാ നായനക്ക്, നിനക്ക് അന്തസ്സുണ്ടാ? അപ്പോൾ ഗൈസ്, ചുമ്മാ ഇരുന്ന് നിങ്ങളെ റീലയച്ച് ശല്യം ചെയ്യുന്ന കൂട്ടുകാരന് ഇത് അയച്ചു കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫോളോ ബട്ടൺ ഞെക്കണം. കൂട്ടുകാരൻ എന്നെ തല്ലാൻ പറ്റാ. നീ മതിൽ ചാടരുത്, എന്നാലും ഞാനും ചാടും.